8 വർഷം പിറകോട്ട് നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡിന്റെ ഗലാറ്റിക്കോസ് ടീമിലെ ഒട്ടും ആഘോഷിക്കപ്പെടാത്ത നിശബ്ദനായ കളിക്കാരനായിരുന്നു മക്കലേലെ. സിദാനും ഫിഗോയും റോളുമൊക്കെ അടങ്ങുന്ന വമ്പൻ ടീമിൽ അയാൾ ഒരു നിഴൽ മാത്രമായിരുന്നു. ഒരു സെലിബ്രിറ്റി കരിയർ ആശിക്കാൻ യാതൊരു കോപ്പുമില്ലാതിരുന്ന അയാളുടെ ജീവിതം മാറ്റിമറിക്കുന്നത് റയൽ മാഡ്രിഡ് പ്രസിഡന്റ് ഫ്ലോറന്റീനോ പാപ്പ പെരസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. 2003 സമ്മറിൽ ഗ്ലാമർ താരം ഡേവിഡ് ബെക്കാം കൂടെ ടീമിലേക്ക് വരുന്ന വാർത്തയറിഞ്ഞതിന് ശേഷമാണ് അയാൾ ആദ്യമായി തന്റെ തുച്ഛമായ വേതനം കൂട്ടിത്തരാൻ ക്ലബിനോട് ആവശ്യപ്പെടുന്നത്. അത് തന്നെ സിദാനും റോളുമൊക്കെ നിർബന്ധിച്ചതിന് ശേഷമായിരുന്നു. തന്റെ ആവശ്യം ഒരു തലത്തിലും ചെവികൊള്ളാതിരിക്കപ്പെട്ട അവസരത്തിലാണ് അയാൾ ട്രാൻസ്ഫർ റിക്വസ്റ്റ് നൽകുന്നത്. അവസരം മുതലാക്കിയ ചെൽസി അയാളെ 16.8 ദശലക്ഷം പൗണ്ടിന് സ്വന്തമാക്കിയതിന് ശേഷവും പെരസ് അഭിപ്രായപ്പെട്ടത് അയാളുടെ ഭാവം ഒരിക്കലും ഇവിടെ വിഷയമാവാൻ പോകുന്നില്ലെന്നാണ്. എന്നാൽ ക്ലോഡ് മക്കലേലെ എന്ന ഫ്രഞ്ചുകാരൻ ഒരു ഫുട്ബോളിംഗ് ബ്രാൻഡായി മാറുന്നതാണ് പിന്നീട് ലോകം കണ്ടത്. അയാളുടെ പൊസിഷൻ മക്കലേലെ പൊസിഷൻ എന്നും കഴിവുറ്റ ഒരു താരത്തെ വിട്ടുകളയുന്നത് മക്കലേലെ ട്രാൻസ്ഫർ എന്നും പിൻകാലത്ത് അറിയപ്പെട്ടു തുടങ്ങി. അയാളെ വിട്ടുകളഞ്ഞ് ഡേവിഡ് ബെക്കാമിനെ സ്വന്തമാക്കിയ റയൽ മാനേജ്മെന്റിനോട് ബെറ്റ്ലിയുടെ എഞ്ചിൻ എടുത്തു കളഞ്ഞ് പകരം സ്വർണം പൂശിയിട്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ച സിനദിൻ സിദാന്റെ വാക്കുകൾ പോലും ഇന്ന് ഓരോ ഫുട്ബോൾ പ്രേമിക്കും സുപരിചിതമാണ്.